ചിലത് ദൈവം അനുവദിക്കും. അല്ലെങ്കിൽ എന്തിനാ ചിലരെ കൊണ്ട് ദൈവം കുത്തുവാക്കൾ അനുവദിക്കുന്നറിയാവോ? എന്നാലേ നിങ്ങളുടെ ഹൃദയം തകരത്തുള്ളൂ. നമ്മൾ പ്രതീക്ഷിക്കാത്തവർ നമ്മളെ കുത്തുമ്പോൾ, അല്ലെങ്കിൽ ഇതുവരെ സപ്പോർട്ടീവ് ആയിരുന്ന ഭർത്താവ് ചിലപ്പോൾ കുത്തുമ്പോഴായിരിക്കും നമ്മുടെ ഹൃദയം ശരിക്കും തകരുന്നത്. അല്ലെങ്കിൽ ഇത്രയും നാൾ സപ്പോർട്ടീവ് ആയി നമ്മ അമ്മ കുത്തുമ്പോഴായിരിക്കും അത് ശരിയാണല്ലോ, നിന്റെ ജീവിതത്തിൽ മാത്രം എന്താ ഇങ്ങനെ, എനിക്കും ചോദിക്കാനുണ്ട് എന്ന് ചോദിക്കുമ്പോഴായിരിക്കും എന്റെ ദൈവമേ ഇനി മമ്മിയും കൂടെ ഉള്ളായിരുന്നു പറയാൻ, അമ്മയും പറഞ്ഞു അപ്പനും പറഞ്ഞു, അല്ലെങ്കിൽ ഇനിയൊന്നും കേൾക്കാൻ ബാക്കിയില്ല, പറയേണ്ടവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് ചിന്തിച്ചായിരിക്കാം നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ചിലരൊക്കെ കുത്താൻ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നെ അനുവദിച്ചിട്ടുണ്ട്. എന്തിനാ? ഞാൻ പറഞ്ഞല്ലോ, അവർ കുത്തിയാലേ നിങ്ങളുടെ ഹൃദയം തകരത്തുള്ളൂ. വചനത്തിൽ തന്നെ ഞാനൊരു ഉദാഹരണം പറയാം. അല്ലെങ്കിൽ ഒരു പെനീന, ഹന്നായുടെ ജീവിതത്തിൽ എന്തിനാ ദൈവം പെനീനായി വെച്ചെന്നറിയോ? പെനീന കുത്താടത്തോളം ഹന്ന കംഫോർട്ടബിൾ ആയിട്ടിരിക്കും. ഹല്ലേലൂയ, ഹന്ന കംഫോർട്ടബിൾ ഇരിക്കുവാണ്. കാരണം അവർക്ക് അത്യാവശ്യം താലോലിക്കാനും അത്യാവശ്യം ഹല്ലേലൂയ കുഞ്ഞുങ്ങളെയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിലും പെനീനയുടെ കുഞ്ഞുങ്ങളുണ്ട്. അത്യാവശ്യം പെനീനായിക്കും അതൊരു ഹെൽപ്പാണ്. ഹല്ലേലൂയ. പിന്നെ അധികമായി സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കേണ്ട വിഷയമായിട്ടൊന്നും ഹന്നായ്ക്ക് ഫീൽ ചെയ്തില്ല. എന്നാൽ ഒരു സമയം ദൈവത്തിന്റെ വാഗ്ദത്തം വെളിപ്പെടേണ്ട സമയമായെന്ന് കാരണം ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹന്നയുടെ ഗർഭത്തെ ദൈവമാണ് അടച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സമയമായപ്പോൾ ദൈവം എന്ത് ചെയ്തു? പെനീനായുടെ ഹൃദയത്തോട് ഇടപെടുവാൻ തുടങ്ങി. ബൈബിളിൽ വചനത്തിൽ പലയിടത്തും ഇടപെട്ടിട്ടുണ്ട്. ഫറവോന്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയെന്ന്. ഇതുപോലെ തന്നെ കർത്താവ് ദൈവം കഠിനപ്പെടുത്തി എന്ന് എഴുതിയിട്ടുണ്ട്. ദൈവം പെനീനയുടെ ഹൃദയത്തോട് എന്ത് ചെയ്തു? ഇടപെട്ടു. ഹല്ലേലൂയ. അവിടെ നാവിനെ ബലപ്പെടുത്തി. ഹല്ലേലൂയ. അവളെ ഒന്ന് കുത്താൻ തുടങ്ങി. അവള് കുത്തിയപ്പോൾ എന്ത് ചെയ്തു? ഹന്നായിക്ക് സഹിച്ചില്ല. വേറെ ആരും കുത്തുന്നത് പോലല്ല. ഹല്ലേലൂയ. സ്വന്തം ഭവനത്തില് ഒരു ഷെൽട്ടറിന്റെ കീഴിൽ താമസിക്കുന്ന ഒരു കുത്തുമ്പോഴാണ് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നത്. കാരണം അവർക്ക് കുറച്ചും കൂടെ നമ്മളെ അറിയാം. പുറത്തുനിന്ന് ഒരാൾ കുത്തിയാൽ നമുക്ക് അത്രയും ഫീൽ ചെയ്യത്തില്ല. എന്നാൽ ഒരു ഷെൽട്ടറിന്റെ കീഴില് തൊട്ടടുത്തിരിക്കുന്നവര് നമ്മളെ കുത്തുമ്പോൾ നമ്മൾ ഓർക്കും, ഇവർക്ക് നമ്മളെ അറിയാമല്ലോ, അറിഞ്ഞിട്ടും ഇവരെന്തിനാ കുത്തുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഒരു ഭരണി തകരുന്നത് പോലെ തകരണം. അല്ലെങ്കിൽ ദൈവമക്കളെ, ഞാൻ അങ്ങനെ തകർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കുത്തുവാക്കളുടെ മുമ്പിൽ തകർന്ന് ഹല്ലേലൂയ ഹന്ന ദൈവസന്നിധിയിൽ ഹൃദയം പകർന്ന് കരയുക എന്ന് പറയുന്ന എന്റെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. എന്റെ വിവാഹം നടക്കാതിരുന്നപ്പോൾ എന്റെ മമ്മിയുടെ ഭവനക്കാര് ഞങ്ങളുടെ നേരെ കൈ ചൂണ്ടി ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എന്റെ ഹൃദയം തകർന്നു. അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ പൊട്ടിച്ചെതറി എന്ന് പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ കവിണ് വീണ് കരഞ്ഞു. അല്ലെങ്കിൽ ദൈവമക്കളെ, കവിണ് വീണ് കരഞ്ഞ് എഴുന്നേറ്റ് 5 മണിയായപ്പോൾ ദൈവത്തിന്റെ മറുപടി അല്ലെങ്കിൽ എന്റെ കരങ്ങളിൽ ലഭിക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ടാണ് ഞാൻ മക്കളോട് പറയുന്നത്, നിന്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഒറ്റ കാര്യം, ദൈവസന്നിധിയിൽ തകരുക. തകർന്ന് ആര് പ്രാർത്ഥിച്ചിട്ടുണ്ട്? അവരുടെ ഹൃദയത്തിന്റെ അടുക്കലേക്ക് കർത്താവ്. അതുകൊണ്ട് പറഞ്ഞ, ഹൃദയം നുറുങ്ങിയവർക്ക് അല്ലെങ്കിൽ യഹോവ സമീപസ്ഥൻ. അല്ലെങ്കിൽ ബ്രോക്കൺ ഹാർട്ട് എന്ന ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. എന്തുവാണ് ബ്രോക്കൺ? അതായത് ചെതറി കിടക്കുക. ഇനി അത് കൂട്ടി യോജിപ്പിക്കാൻ കർത്താവിന് മാത്രമേ പറ്റത്തുള്ളൂ. അതിനെ നമ്മൾ പറഞ്ഞല്ലോ, 1-2 മുറിക്കപ്പെടുകയല്ല, തകർക്കപ്പെടുക. തകരുന്നതും മുറിക്കുന്നതും ഡിഫറന്റ് ആണ്. ഹല്ലേലൂയ. നമുക്കറിയാലോ, ഒരു ചില്ലി ഗ്ലാസ് അത് നിലത്ത് വീണ് തകർക്കപ്പെട്ടാൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ. അത് ചെതറിക്കിടന്നാൽ അതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ആ തകർക്കപ്പെട്ടതിനകത്തേക്ക് കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ നിന്നെ കൂട്ടി യോജിപ്പിക്കുവാൻ കർത്താവിന് മാത്രമേ പറ്റത്തുള്ളൂ. ആ ഹൃദയത്തെ ബലപ്പെടുത്തുവാൻ കർത്താവിന് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കുത്തിവാക്കുകൾ വരുന്നു? എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനത്തെ പ്രതിസന്ധികൾ വരുന്നു? ചിലരെ കുത്താൻ ദൈവം നിന്റെ ജീവിതത്തിൽ ഏൽപ്പിച്ചിരിക്കുക. ചില മെതിവണ്ടികളെ നിങ്ങൾക്ക് നിന്റെ ജീവിതത്തിൽ ദൈവം നിയമിച്ചിരിക്കുന്നു. അത് മാറിപ്പോവാൻ പ്രാർത്ഥിക്കേണ്ട. എന്തിനാണെന്നറിയാവോ? ആ മെതിവണ്ടി നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ, അല്ലെങ്കിൽ ആ കുത്തുന്നവർ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലേ നീ തകരത്തുള്ളൂ, നീ പ്രാർത്ഥിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, ദൈവസന്നിധിയിൽ തകരുക, ദൈവസന്നിധിയിൽ പകരുക ഹൃദയത്തെ.